തൃശൂർ മാപ്രാണത്ത് വയോധികനെ മർദ്ദിച്ച് യുവാക്കൾ. കളപ്പുരയ്ക്കൽ വീട്ടിൽ രാജൻ എന്നയാളെയാണ് കടയിൽ എത്തിയ 2 യുവാക്കൾ മർദ്ദിച്ചത്. ഇവർ ലഹരിയിലായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇരിഞ്ഞാലക്കുട പോലീസ് ഇതുവരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേർന്നു. സാനു, ആ ദൃശ്യങ്ങൾ അത് നമുക്ക് കാണാം. 2 യുവാക്കൾ കടയിലേക്ക് എത്തുന്നതും യാതൊരു പ്രകോപനവും കൂടാതെ ആ വയോധികനെ അതിക്രൂരമായി മർദ്ദിക്കുന്നതും ആ ദൃശ്യങ്ങളുണ്ട്. ഒരുപക്ഷെ നമുക്ക് കൃത്യമായി അത് ബ്ലർ ചെയ്യാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള ക്രൂരമായ മർദ്ദനമാണ്. എന്താണ് ലഭിക്കുന്ന വിവരം? എന്താണ് പോലീസ് പറയുന്നത് സാനു? രാഖി, ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത്. ചായക്കടയിൽ സിഗരറ്റ് ആവശ്യപ്പെട്ടെത്തിയ 2 യുവാക്കളാണ് പൊടുന്നനെ ആ കടയിലുണ്ടായിരുന്ന വയോധികനെ ആക്രമിക്കുന്നത്. ക്രൂരമായിട്ടുള്ള മർദ്ദനത്തിനാണ് ഈ 2 യുവാക്കളുടെ മർദ്ദനത്തിനാണ് ഈ വയോധികൻ ഇരയായിട്ടുള്ളത്. ഒപ്പം തന്നെ വയോധികന്റെ കഴുത്തിലുണ്ടായിരുന്ന മാലയും ഈ യുവാക്കൾ പൊട്ടിച്ച് ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് നാട്ടുകാർ ഏറെ നേരത്തെ ശ്രമഫലത്തെ തുടർന്നാണ് ഈ യുവാക്കളുടെ കയ്യിൽ അകപ്പെട്ട മാല തിരിച്ചു വാങ്ങാനായിട്ട് സാധിച്ചത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരിങ്ങാലക്കുട പോലീസിലെ നാട്ടുകാരാണ് ആദ്യം വിവരം അറിയിക്കുന്നത്. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ഈ 2 യുവാക്കളെയും കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. 2 പേരും ലഹരിക്ക് അടിമപ്പെട്ടവരാണെന്നാണ് പോലീസിൽ നിന്ന് പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരം. ഇവർ ഇന്നലെ മദ്യലഹരിയിലായിരുന്നു. ഒപ്പം തന്നെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ലഹരിയൊക്കെ ഉപയോഗിക്കുന്നവരാണോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പോലീസ് ഇപ്പോൾ അന്വേഷിച്ച് വരികയാണ്. കളപ്പുരയ്ക്കൽ വീട്ടിൽ രാജനാണ് ഈ ഒരു യുവാക്കളുടെ ക്രൂരമർദ്ദനത്തിന് ഇരയായിട്ടുള്ളത്. ഈ മർദ്ദിച്ച യുവാക്കളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവരുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി കച്ചവടത്തിനൊക്കെ ഇവർ പോകുന്നതാണോ എന്നതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് ആരംഭിച്ചിട്ടുള്ളത്. രാഖി, ശരി സാനു. എന്തായാലും ഒരു കടയിലെത്തിയ 2 യുവാക്കളാണ് വയോധികനെ അതിക്രൂരമായി മർദ്ദിച്ചത്. സാനു കെ സജീവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.